രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഓഫീസിലേക്കുള്ള മാർച്ചാണ്, SFIയുടെ മാർച്ചാണ്. ആ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യം. പ്രതിഷേധങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ SFIയുടെ പ്രതിഷേധം പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് നടക്കുകയാണ്. പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് ദൃശ്യങ്ങളാണ് കാണുന്നത്. ബാരിക്കേഡുകൾ പോലീസ് അവിടെ വച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. LDFും BJPയും വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരണമായി. ശ്രീജിത്ത്, ഇന്നും പ്രതിഷേധം തുടരുമെന്ന് നേരത്തെയൊക്കെ അവർ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കുള്ള പ്രതിഷേധം SFIയുടെ പ്രതിഷേധമാണ്. വിവരങ്ങൾ അനുജ, അല്പസമയം മുൻപാണ് SFIയുടെ പ്രവർത്തകർ, അത് ഏതാണ്ട് ഒരു 500-ലധികം വരുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇന്നലെ DYFIയുടെ സമരം എങ്ങനെയായിരുന്നു? ബാരിക്കേഡ് മറികടന്ന് പോലീസുമായി നേർക്കുനേർ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസുമായി നേർക്കുനേറാണ് ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംഘർഷമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഈ മേഖലയിൽ ഇപ്പോഴും തുടരുകയാണ്. പോലീസ് ഒരു മേഖലയിൽ വിദ്യാർത്ഥികളെ മാറ്റി നിർത്തി 2ഓ 3ഓ തവണ പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ എന്നിട്ടും പ്രവർത്തകർ പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് ഇനിയും ഒരു 500 മീറ്റർ കൂടിയുണ്ട്. ഇതൊരു റെസിഡൻഷ്യൽ കോളനി കൂടിയാണ്. പ്രധാനപ്പെട്ട വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന മേഖല. അവിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ അത്ര അധികം പ്രവർത്തകരുണ്ട്. എല്ലാ സ്കൂളും കോളേജും ഒക്കെ വിട്ട് നിരവധി വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് എത്തുന്ന സമയം SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിന്റെ നേതൃത്വത്തിൽ ആണ് SFI പ്രവർത്തകർ വലിയ മാർച്ചുമായി രംഗത്തെത്തിയത്. എന്തായാലും ആ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അങ്ങനെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ട് പോലും ഒരു ഘട്ടത്തിൽ പോലും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. എടുത്തു പറയേണ്ടത് ശക്തമായ ജലപീരങ്കി പ്രയോഗമായിരുന്നു. ആ ജലപീരങ്കി പ്രയോഗത്തിൽ ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ അപ്പുറത്തോട്ട് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ മേഖലയിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ വേണ്ടി പോവുകയാണ്. ആ മേഖലയിൽ കൂടുതൽ പ്രവർത്തകർ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് വീണ്ടും നൂറുകണക്കിന് SFI പ്രവർത്തകർ, ഏതാണ്ട് 500ഓളം വരുന്ന SFI പ്രവർത്തകരാണ് ഈ മേഖലയിലേക്ക് വന്നത്. ഇതുപോലൊരു സമരം ഇവിടെ ഈ 2 ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല. അത്ര കണ്ട് പോലീസ് ഫോഴ്സ് ഉണ്ട്. പക്ഷേ അതിനപ്പുറം പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ തന്നെ തുടരുന്നു. അവർ ഈ പ്രകടനവുമായി മുന്നോട്ട് പോകുന്നു. രാഹുലിൻ്റെ ഓഫീസിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇനിയും ഒരു 200 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്ററോളം ദൂരം ഉണ്ട്. ഇതുപോലെ ഒരു സമരം ഈ ഒരു റെസിഡൻഷ്യൽ കോളനിയിലാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ വലിയ തോതിൽ വലിയ ബുദ്ധിമുട്ട് ഈ ഒരു ഘട്ടത്തിലുണ്ട്. നിസ്സംശയം നമുക്ക് പറയാം. പ്രവർത്തകരെ തടയാൻ പോലീസിന് കഴിയുന്നില്ല. ഇപ്പോൾ അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിൻ്റെ സമീപത്ത് വെച്ച് തടയാമെന്ന ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയെന്ന് തോന്നുന്നു. കൂടുതൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഇങ്ങോട്ട് വരുന്ന കാഴ്ച. ബാരിക്കേഡ് മറികടന്ന് SFI പ്രവർത്തകർ എത്തുമ്പോൾ കൂടുതൽ പോലീസ് ഇവിടേക്ക് വരുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിന്റെ നേതൃത്വത്തിലുള്ള SFI പ്രവർത്തകർ ഒരു ഘട്ടത്തിൽ പോലും പിറകോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസ് അടുത്തേക്ക് എത്താറായി. പോലീസ് അവിടെ വീണ്ടും മുദ്രാവാക്യം വിളികളൊക്കെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഓഫീസിലേക്കാണ് ഇപ്പോൾ SFIയുടെ പ്രതിഷേധം. പ്രവർത്തകർ ഓഫീസ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. പോലീസ് അവരെ ഇപ്പോൾ തടയുന്നില്ല. നേരത്തെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയാനൊരു ശ്രമം നടത്തി, ശക്തമായ ജലപീരങ്കി പ്രയോഗം നടത്തി. പിന്നീട് ആ ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ട് പ്രവർത്തകർ മുൻപോട്ട് നീങ്ങുകയായിരുന്നു. ഒരല്പം ദൂരമുണ്ട്, 200 മീറ്റർ ദൂരത്ത് വെച്ചാണ് ബാരിക്കേഡ് കൊണ്ട് മറയുണ്ടാക്കിയത് പോലീസ്. പക്ഷേ അത് തകർത്തുകൊണ്ടിപ്പോൾ പ്രവർത്തകർ ഓഫീസിലേക്ക് നടന്നെടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ ഒരു നിര പ്രവർത്തകർ തന്നെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്
100-ലേറെ പ്രവർത്തകരുണ്ടായിരുന്നു. അതിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒക്കെ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഓഫീസിലേക്ക് അവർ നടന്ന് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസും അവർക്കൊപ്പമുണ്ട്. നേരത്തെ ഒരു നേരിയ തോതിൽ സംഘർഷമുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ആ പോലീസ് വലയമൊക്കെ ഭേദിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി. പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇതിൽ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖരായ നേതാക്കളൊക്കെ ഉൾപ്പെടെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ജില്ലയിലെ പ്രാദേശിക നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നൊക്കെയുള്ള പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ജലപീരങ്കി പ്രയോഗമുണ്ടായത്. ആ ബാരിക്കേഡുകൾ ഭേദിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. അതിശക്തമായ ജലപീരങ്കി പ്രയോഗമായിരുന്നു. ആ ജലപീരങ്കി പ്രയോഗത്തിൽ ബാരിക്കേഡുകൾ മറിഞ്ഞു വീണു. ഒപ്പം തന്നെ ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ട് പ്രവർത്തകരും വലയം ഭേദിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് കടന്ന് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ പ്രതിഷേധം നടത്തുകയാണ്. വലിയ വിഭാഗം പ്രവർത്തകർ ഇന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രതിഷേധം കണ്ടതാണ്. ഈ പ്രതിഷേധം തുടരുമെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവർ നൽകിയതുമാണ്. ഇപ്പോൾ ഓഫീസിന് മുന്നിലുള്ള SFI പ്രവർത്തകരുടെ പ്രതിഷേധം അതാണ് പ്രേക്ഷകർ തത്സമയം കാണുന്നത്. ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ അവർ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധമാണല്ലേ? തീർച്ചയായും ഓഫീസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്റ്റാഫുകളുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. സമാനതകളില്ലാത്ത സമരം. അവർ ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. പഴയ വിക്ടോറിയ കോളേജ് ചെയർമാനും KSU നേതാവും യൂത്ത് കോൺഗ്രസിന്റെ നേതാവും ഒക്കെയായ അജാസിന്റെ നേതൃത്വത്തിൽ അവരുടെ പ്രവർത്തകർ ആ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരാരും തന്നെ മറ്റ് തരത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിന്റെ നേരെ മുന്നിലാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത്. ഇത്ര ദിവസം ബാരിക്കേഡ് വെച്ച് പോലീസ് ഒരു മേഖലയിൽ തടഞ്ഞു. ഇത്രയധികം പോലീസുകാരുണ്ടായിരുന്നു. പക്ഷേ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. നേരത്തെ അനുജ സൂചിപ്പിച്ച പോലെ ജില്ലാ നേതാക്കളോ പ്രാദേശിക നേതാക്കളോ മാത്രമല്ല, SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് നേരിട്ടാണ് ഈ സമരത്തിന് നേതൃത്വം നൽകാൻ പാലക്കാട്ടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതാണ് പറഞ്ഞത്. ഏതാണ്ട് 500-ലധികം വരുന്ന പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നൊരു സാഹചര്യം. അത് സമാനതകളില്ലാത്തൊരു സമരമെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. അവർ ബാരിക്കേഡ് മറികടന്നു. പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലും പോലീസ് പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോയില്ല.